السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. قال رسول الله صلى الله عليه وسلم: من صنع إليه معروف فقال لفاعله جزاك الله خيرا لولا شيوخ للإله ركع وصبية من اليتامى رضع ومهملات في الفلاة رتع صب عليكم العذاب الأوجع. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമളാനിനെ കൂടി സാക്ഷികളാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളുമെല്ലാം വാരിക്കൂട്ടുവാനും നമുക്ക് അവസരം കൈവന്നിരിക്കുകയാണ്. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പൂർണ്ണാർത്ഥത്തിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവുമായി കൂടുതൽ അടുക്കുവാനും അവന്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും വേണ്ടി ഇതുപോലെയുള്ള വേദികൾ നാടിന്റെ നാനാഭാഗത്തും സംഘടിപ്പിച്ചു വരികയാണ്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേദികൾ വിശ്വാസികളായ ആളുകളൊക്കെയും കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടുന്ന വിഷയം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടയോ എന്ന വിഷയമാണ്. പ്രപഞ്ചനാഥന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. നാം പിറന്നു വീണതിനു ശേഷമല്ല, അതിനു മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹ വർഷം നമ്മളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. നാം ആരുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഇൻസാനിലൂടെ പറഞ്ഞ രൂപത്തിൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒന്നുമായിരുന്നില്ല, നമുക്കാർക്കും ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നമ്മുടെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല
മാതാവിൻ്റെ ഗർഭാശയത്തിൽ പൊക്കിൾ കൊടി വഴി അവൻ സംവിധാനിച്ചിരുന്നു. അവിടെ നിന്ന് നാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് നാം ശ്വസിച്ചിട്ടുണ്ട്, അവിടെ നാം നിർവഹിക്കാൻ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നാം ഭൂമിയിലേക്ക് പിറന്നു വീഴും. ആ പിറന്നു വീഴുന്ന സമയത്ത് നമ്മുടെ അത്രയും അശക്തമായ വേറൊരു ജീവിയും തന്നെ ഇല്ല. ഭൂമുഖത്ത് പിറന്നു വീഴുന്ന കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ നിന്ന് വളരെ അശക്തനായിരുന്നു മനുഷ്യൻ. ആ അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കാൻ, നമ്മെ താലോലിക്കാൻ, നമുക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകളെ അവൻ നമുക്ക് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മെ പ്രസവിക്കാൻ, നമ്മുടെ ബന്ധുക്കളായ ആളുകൾ പ്രസവിക്കുന്ന സമയത്തും നമുക്കറിയാം, ലേബർ റൂമിന്റെ പുറത്ത് നട്ടപ്പാതിരാക്കായിരുന്നാലും ഒരു വിളി ജമീലയുടെ കൂടെ ആരാണ്, ആയിഷയുടെ വിളി കൂടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ 1 മണി 2 മണി 3 മണി ഏത് സമയത്തായിരുന്നാലും കണ്ണിലെണ്ണയൊഴിച്ച് നാം കാത്തു നിൽക്കുകയാണ്. ആരെങ്കിലും ഒരാളല്ല ആ വിളി കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടി വരുന്നത്. കൂടെ ചിലപ്പോൾ 4 5 അതിലധികമോ ആളുകൾ ഈ നട്ടപ്പാതിരാക്കും കാത്തു നിൽക്കുകയാണ്. ഒരു വിളി കേൾക്കുമ്പോൾ എല്ലാവരും ഓടിച്ചെല്ലുന്നു. എന്തേ വിളിച്ചത്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല, അൽഹംദുലില്ലാ എന്ന ആ രൂപത്തിൽ നമുക്ക് വേണ്ടി നമ്മെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ജനനത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോഴോ നമുക്ക് വേണ്ട രൂപത്തിൽ ഭൂമിയെ അവൻ സംവിധാനിച്ചു. വിശുദ്ധ ഖുർആനിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനം ഖുർആനിലുണ്ട്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. ഭൂമി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് അവിടെയുണ്ട്. ഇവിടെ ഒരുപാട് ഗ്രഹങ്ങളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഉണ്ട് എങ്കിലും മനുഷ്യന്റെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം അവിടങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കാൻ സാധിക്കുമോ? ഇവിടെ നമ്മുടെ സോഷ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം എഴുതുക ജനപ്പെരുപ്പം എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമേ അല്ല. ജനസമ്പത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അതവർക്ക് നേട്ടമാണ്, ഗുണമാണ്. പക്ഷെ അവർ ഉത്തരം എഴുതുക അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കാം ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലുമെല്ലാം ജീവിക്കാൻ പറ്റുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവൻ നമുക്ക് ഇവിടെ ഒരുക്കി തരികയും ചെയ്തു. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്ന രൂപത്തിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്നിട്ട് പറഞ്ഞു അല്ലാഹു വെച്ച സൗകര്യങ്ങളൊക്കെ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സൂറത്തുൻ നബഇൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് അമ്മ യതസാഅലൂൻ അനൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. പിന്നെ പറയുന്നുണ്ട് അലം നജ്അലിൽ അർള മിഹാദ والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. ഇങ്ങനെ തുടങ്ങി അല്ലാഹു ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി കേന്ദ്രബിന്ദു, ഈ ഭൂമിയുടെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. ആ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി അവൻ ചെയ്തിട്ടുള്ള സൗകര്യങ്ങളെ സംബന്ധിച്ച് അവൻ എടുത്ത് പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. പറഞ്ഞതിന്റെ ചുരുക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എന്നാണ്.
ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഒരാൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അയാൾ പരാജയപ്പെടുകയേയുള്ളൂ, എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. ഓരോ അനുഗ്രഹങ്ങളും ഒരു പക്ഷേ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിന്റെ വില നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ ഓർക്കാറുള്ളത്. നമ്മൾ ജനിച്ച സമയം മുതൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഓക്സിജൻ സുലഭമായിട്ടുണ്ട്. റേഷൻ അടിസ്ഥാനത്തിലല്ല, എപ്പോഴെങ്കിലും നിലച്ചു പോകുന്നതല്ല. നമുക്ക് യഥേഷ്ടം അത് അനുഭവിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ട്, ഉദാഹരണമായി ഡൽഹിയിൽ പലതരത്തിലുള്ള ഫാക്ടറികളും അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെ കാർബൺ പുറത്തേക്ക് അധികമായി വരുന്നത് കൊണ്ട് ഈ ഓക്സിജന് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡീസൽ വാഹനങ്ങളൊക്കെ നിരോധിക്കുന്ന അവസ്ഥയൊക്കെ, അഥവാ പറഞ്ഞത് മനുഷ്യരുടെ കൈകടത്തലുകളിൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഈ സംവിധാനങ്ങൾക്ക് ചില ഏറ്റക്കുറച്ചിലുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അള്ളാഹു യഥേഷ്ടം സുലഭമായി ഇവിടെ ഓക്സിജൻ സംവിധാനിച്ചു. അതിന്റെ വില എപ്പോഴാണ് നമ്മൾ അറിയാറുള്ളത്? ആസ്മയുണ്ടായി, അതല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടായി, അല്പം ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടായി, നമ്മെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നമുക്ക് ഓക്സിജൻ കൃത്രിമമായി നൽകി 1-2 ദിവസം അവിടെ നിന്നു. അങ്ങനെ രോഗം ഏകദേശം ആശ്വാസമായി. അതിന്റെ ബില്ല് വരുമ്പോഴാണ് അല്പസമയം നമ്മൾ ഓക്സിജൻ കൃത്രിമമായി ഉപയോഗിച്ചതിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ചിലപ്പോ 1-2 മണിക്കൂറായിരിക്കും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ആലോചിക്കുകയാണ്, പടച്ചോനെ, ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ സാമ്പത്തികമായ അവസ്ഥയിൽ ഇത് പൂർത്തീകരിക്കുക? ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും മതിയാവുകയില്ല എനിക്ക് ശ്വസനം എന്ന ആ കാര്യം നിർവഹിക്കുവാൻ വേണ്ടി. അതുപോലെ ജീവിതത്തിൽ നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങളും, മലമൂത്ര വിസർജനം ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ നിർവഹിച്ചു പോകുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് കൊണ്ട് ചിലപ്പം മൂത്രമൊഴിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട്. കൃത്യമായി ഒന്നു നിലനിൽക്കാത്ത രൂപത്തിൽ മൂത്രവാർച്ച സംഭവിക്കാറുണ്ട്. എന്നിരുന്നാലും ഏറെക്കുറെ ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര കാലം നമ്മളൊരു പ്രയാസവും ഇല്ലാതെ മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ മലമൂത്ര വിസർജനങ്ങൾ ചെയ്തു. എന്നാൽ ഒരു വേള എന്തോ കാരണത്താൽ ശാരീരികമായ അതിൻ്റെ ഒരു പ്രയാസം അനുഭവപ്പെട്ടു. അല്പസമയങ്ങൾ, 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ നമ്മൾ സഹിച്ചു നിൽക്കും. അവിടെ നിന്ന് അങ്ങോട്ട് സഹിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് നമുക്ക് കൃത്രിമമായി നമ്മുടെ മൂത്രമെടുക്കുകയാണ്. എന്തൊരാശ്വാസമാണ്, വളരെ ആശ്വാസം. അപ്പോഴാണ് നാം ഓർക്കുക, പടച്ചോനെ, എത്ര കാലമായി ഞാൻ മലമൂത്ര വിസർജനം ഒരു പ്രയാസവും ഇല്ലാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇതിന്റെ വില എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന്. ഹാറൂൺ റഷീദ് അബ്ബാസിയ ഖിലാഫത്തിലെ 5ാമത്തെ ഖലീഫയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഒരു തത്വജ്ഞാനി ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജസദസ് വൈജ്ഞാനികമായ രാജസദസ്സായിരുന്നു. ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തോട് ഒരു തത്വജ്ഞാനി ചോദിച്ചു, അല്ല, നിങ്ങൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് എന്ന് കരുതുക. കൊടും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. മണലാരണ്യം കത്തിക്കാളുന്ന അവസ്ഥയിലാണ്. നിങ്ങളുടെ അടുക്കൽ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം മുഴുവനും തീർന്നുപോയി. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മണലാരണ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കര പോലും നിങ്ങൾ കാണുന്നില്ല. ആശ്വാസത്തിന്റെ ഒരു തണൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോ നിങ്ങൾ ദാഹിച്ചു വലഞ്ഞ, തൊണ്ട വരണ്ട നിങ്ങൾക്ക് അല്പം വെള്ളം ഒരാൾ നൽകുകയാണ് എങ്കിൽ നിങ്ങൾ അതിന് എന്ത് വില നൽകും എന്ന് ചോദിച്ചു. അപ്പൊ ഹാറൂൺ റഷീദ് അതിന് മറുപടി പറഞ്ഞത്, എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി ഞാൻ നൽകുമെന്ന്. എന്റെ വലിയ സാമ്രാജ്യത്തിന്റെ പകുതി ആ സമയത്ത് എന്റെ ദാഹം തീർത്തതിന് ഞാൻ നൽകുമെന്നാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ മലമൂത്ര വിസർജനത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായി എന്ന് കരുതുക.
അങ്ങനെ ഏറെ നിങ്ങൾ പ്രയാസപ്പെട്ട സമയത്ത് നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഡോക്ടർ കടന്നു വന്ന് നിങ്ങൾക്ക് ആ പ്രയാസം തീർത്തു തരുന്നു എന്ന് കരുതുക. നിങ്ങൾ അതിന് എന്താണ് പ്രതിഫലമായി നൽകുക? ബാക്കിയുള്ള പകുതിയും ഞാൻ നൽകും എന്നാണ്. അപ്പോൾ രാജാവിന്റെ ഭരണപ്രദേശം, തന്റെ സാമ്രാജ്യം, ആ സാമ്രാജ്യം തന്നെ 1-2 അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചു പോവുകയാണ്. അപ്പൊ നമ്മുടെ അനുഗ്രഹങ്ങളെ ഓരോന്നിനെയും ഇങ്ങനെ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ അത് ഏറെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ആലോചിക്കുവാനും അൽഹംദുലില്ലാ 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 എന്ന് ദിനം പ്രതി 1000 അല്ല 10000 വട്ടം പറയാനും നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു ഉൾവിളി നടത്തിക്കൊണ്ടിരിക്കും എന്നാണ്. നാം അനുഭവിക്കുന്ന കാഴ്ച ശക്തി എന്ന് പറയുന്ന ഒരു അനുഗ്രഹം, ആ കാഴ്ച ശക്തി എന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നാം ശ്രമിച്ചാൽ ഒരു മനുഷ്യായുസ് മതിയാവുകയില്ല. അതിന് നന്ദി ചെയ്യാൻ ഒരു മനുഷ്യായുസ് മുഴുവനും മതിയാവുകയില്ല. ഒരു കഥ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, അയാൾ മുത്തഖിയാണ്, മുഖ്ലിസാണ്, അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ്. ആരാധന നിർവഹിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് വരെ ഒറ്റപ്പെട്ട് ഒരു സൗകര്യം അദ്ദേഹം ഏർപ്പെടുത്തിയതാണ്. ഒരു വെള്ളത്തിന്റെ, ഒരു കടലിന്റെ നടുക്ക് ഒരു ദ്വീപ് പോലെ ഉയർന്നു വന്ന സ്ഥലത്താണ്. ഒരു ശല്യവുമില്ല. 24 മണിക്കൂറും ആരാധനകളിൽ മാത്രം. ദുശ്ചിന്തകളോ ദുശ്ചെയ്തികളോ ഒന്നും തന്നെ ഇല്ല. അയാളുടെ പ്രാർത്ഥന, പടച്ചോനെ ഞാൻ സുജൂദിലായിരിക്കെ എന്നെ മരിപ്പിക്കണേ എന്നായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. സുജൂദിലായി കൊണ്ട് തന്നെ അയാൾ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ അടുക്കലെത്തി വിചാരണയെ നേരിടുകയാണ്. വിചാരണയെ നേരിട്ട സമയത്ത് അയാളോട് ചോദിച്ചു, നമസ്കരിച്ചിട്ടുണ്ടോ, നോമ്പ് നോക്കിയിട്ടുണ്ടോ, ഹജ്ജ് ചെയ്ത് ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? എല്ലാം റെഡിയാണ്, ക്ലീനാണ്, തെറ്റുകുറ്റങ്ങൾ യാതൊന്നുമില്ല. ശർറിന്റെ ഭാഗത്ത്, തിന്മയുടെ ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ കാരുണ്യത്താൽ ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട റബ്ബേ, ഞാൻ ഇക്കാലം അത്രയും ഇബാദത്തുകൾ നിർവഹിച്ചത് എന്റെ അധ്വാനത്തിന്റെ ഫലമായി നിന്റെ സ്വർഗം നേടണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലമായി തന്നെ എനിക്ക് സ്വർഗം വേണം. വീണ്ടും അല്ലാഹു പറഞ്ഞു, എന്റെ കാരുണ്യത്താൽ ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അയാൾ വാശി പിടിക്കുകയാണ്. 2-3 പ്രാവശ്യം വാശി പിടിച്ചപ്പോ അല്ലാഹു പറഞ്ഞു, ശരി, എന്നാൽ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്കൊന്ന് തൂക്കി നോക്കാം. അങ്ങനെ തൂക്കി നോക്കാൻ വേണ്ടി അവിടെ അമലുകൾ തൂക്കുന്ന തുലാസുകൾ സ്ഥാപിച്ചു. അതിൽ ഒരു ഭാഗത്ത് അവന് നൽകപ്പെട്ടിട്ടുള്ള കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം വെച്ചു. മറുഭാഗത്ത് അവൻ ചെയ്ത ഇബാദത്തുകളും വെച്ചു. ജീവിതത്തിൽ ഇബാദത്തുകൾ, നന്മകൾ മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. ആ നന്മകൾ മുഴുവനും ഒരു തുലാസിലും വെച്ചു. പക്ഷേ അവിടെ കനം തൂങ്ങിയത് ഈ കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹമായിരുന്നു. അപ്പൊ ആ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം മാപ്പപേക്ഷിച്ചു എന്ന് പ്രവാചകൻ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും എടുത്തു പരിശോധിച്ചാൽ. ദഹനം എന്ന ക്രിയ പരീക്ഷകൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകും. ദഹനം എന്ന ക്രിയ അത് ചുരുക്കി വിവരിക്കുക. വായിലിടുന്നു, ഭക്ഷണം ചവച്ചരക്കുന്നു, വായിൽ നിന്ന് ഉമിനീര് കൂടുന്നു, അന്നനാളത്തിലൂടെ കീഴ്പോട്ട് പോകുന്നു, അങ്ങനെ വൻകുടലും ചെറുകുടലും അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ എത്തുന്നു. അത് ശരീരത്തിന് ഊർജമായി മാറുന്നു. ഈ പറയുന്ന പ്രക്രിയ അത് ഒരു മെഷീനിലൂടെ അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നു, ഒരു 2 ഏക്കർ സ്ഥലത്ത് അതിന്റെ മെഷീനറികൾ വേണ്ടി വരും എന്നാണ്. ദഹനം എന്ന ആ ക്രിയ നിർവഹിക്കണമെങ്കിൽ 2 ഏക്കർ സ്ഥലത്ത് മെഷീനുകൾ വേണം, എങ്കിലേ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജനിച്ചത് മുതൽ നമുക്ക് ആവശ്യമായ ഓരോ ഘട്ടങ്ങളിൽ ഉമ്മയുടെ മുലപ്പാൽ വരുന്ന സമയത്ത് അതിന്റെ കണ്ടന്റ് ആ സമയത്ത് നമ്മുടെ ആമാശയത്തിന് എത്രയാണോ വേണ്ടത് അങ്ങനെയാണ്.
ഒരു ദിവസം കഴിയുമ്പോൾ അതിന്റെ കണ്ടന്റ് മാറി, ഓരോ ദിവസങ്ങളിലും മാറുകയാണ്. എന്നിട്ട് ആ രൂപത്തിൽ അല്ലാഹു അതിനെ മാറ്റിക്കൊണ്ടുവന്ന് പിന്നീട് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ അതിനനുസരിച്ച് അവന്റെ ആമാശയം മാറി ശക്തി പ്രാപിച്ചു. നോക്കൂ, എത്ര എത്ര അത്ഭുതങ്ങൾ! ഈ ആന്തരികവും ബാഹ്യവുമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം അള്ളാഹു നമ്മോട് പറയുകയാണെന്ന് കരുതുക, മനുഷ്യ, ഈ ഒരു കാര്യം അത് നീ നിർവഹിക്കണം, ദഹനം എന്ന കാര്യം നീ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ടില്ലേ? അതുപോലെ മറ്റേതെങ്കിലും ഒരു കാര്യം നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആകെ പ്രയാസത്തിലാവില്ലേ? അപ്പൊ നാം ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോ ഒരു അനുഗ്രഹം, ഒരു നേട്ടം, ഒരു നല്ല കാര്യം, ഒരു നന്മ ഒരാൾ നമുക്ക് ചെയ്തു തന്നാൽ സ്വാഭാവികമായും മനുഷ്യ പ്രകൃതിയിലുള്ള തേട്ടമാണ് അതിന് നന്ദി ചെയ്യുക എന്ന്, അതിന് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടില്ല, അത് മനുഷ്യ സഹജമാണ്. ആരാണോ നമുക്ക് അങ്ങനെ നന്മ ചെയ്തു തന്നത് അയാളെ കാണുമ്പോൾ അതിന്റെ നന്ദി ഉണ്ടാകും നമുക്ക്. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം നാം അത് പ്രകടിപ്പിക്കും. അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ, നമുക്ക് നമ്മുടെ നേരെ തിരിഞ്ഞു കുത്തുന്ന ആളാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിനൊരു വേദനയുണ്ടാകും. ഞാൻ അങ്ങനൊക്കെ അത് നമ്മൾ പ്രത്യുപകാരം ആഗ്രഹിച്ചിട്ടല്ല നന്മകൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഒരാള് തിരിഞ്ഞു കുത്തുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സ് പറയും, ഞാൻ അങ്ങനൊക്കെ ചെയ്തു കൊടുത്തിട്ടും അയാൾ ഇപ്പൊ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എന്തെല്ലാം നന്മകൾ അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും അയാൾ തിരിഞ്ഞു കുത്തുകയാണല്ലോ എന്ന്. അപ്പോ മനുഷ്യ സഹജമാണ് നന്ദി പ്രകാശിപ്പിക്കുക, നന്ദി ചെയ്യുക എന്ന്. അള്ളാഹുവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. അല്ലാഹ് ഗഫൂറാണ്, ശകൂറാണ്, ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നവനാണ്. മറ്റൊരു വചനത്തിൽ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, അല്ലാഹു ശാകിറാണ്. ശാകിർ എന്നതിന്റെ മുബാലഗ രൂപമാണ് ശകൂർ എന്നുള്ളത്. അത്യധികമായി കരുണ നന്ദി പ്രകാശിപ്പിക്കുന്ന, നന്ദി ചെയ്യുന്നവൻ എന്ന. അള്ളാഹുവിനോട് നമ്മൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആരാധനകളും മറ്റു കാര്യങ്ങളും അവൻ പറഞ്ഞ പുണ്യകർമ്മങ്ങളും എല്ലാം നമ്മൾ നിർവഹിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നന്ദി സൂചകമായി നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നു. അവന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യുപകാരമായി കൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് തന്നെ ഖുർആൻ ശാകിർ എന്നും ശകൂർ എന്നുമാണ്. ഇനി പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് പ്രവാചകന്മാരെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാരാ? പ്രവാചകന്മാരാണ്. അതിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, അദ്ദേഹം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. എന്തെല്ലാം പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടായി. 950 വർഷം പ്രബോധനം ചെയ്തു, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. ആൾക്കാരുടെ പുറകെ കൂടി ഇങ്ങനെ ദഅവത്ത് നടത്തിയിട്ട് ഒരാളും സ്വീകരിക്കുന്നില്ല. ഭാര്യ പോലും ഒപ്പമില്ല, മകൻ കൂടെയില്ല. ആ വെള്ളപ്പൊക്കമുണ്ടായി, അവിടെ ഇടയ്ക്ക് മകനെ ഒന്ന് കണ്ടപ്പോ ഞാൻ മുനയ്യ ഇർക്കമാനാന്ന് പറഞ്ഞു, മോനെ എങ്ങോട്ട് കേറിക്കോ. മോൻ പറഞ്ഞില്ല, ഈ സമയത്തും ഇല്ല, ഞാൻ ഏതെങ്കിലും മലന്റെ മുകളിൽ പോയി രക്ഷപ്പെട്ടു കൊള്ളാം. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള, മാനസികമായി പ്രയാസം അനുഭവിച്ചിട്ടുള്ള നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ടും അള്ളാഹുവിനോട് ഏറെ നന്ദിയുള്ളവരായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് ശാകിറൻ ലി അൻഉമിഹി, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്നവനായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പരീക്ഷണ കാലഘട്ടം നമുക്കറിയാം. എല്ലാ പരീക്ഷണങ്ങളും ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അങ്ങനെ സർവ്വ പരീക്ഷണങ്ങളും, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്.
എന്നിട്ട് കൂടി താൻ ജനിച്ചു വളർന്നിട്ടുള്ള നാടെതിരായി, സമൂഹം എതിരായി, ഭരണകൂടം എതിരായി, മാതാപിതാക്കളെതിരായി, നാട് വിട്ടുപോകേണ്ടി വന്നു, കുഞ്ഞിനെ ബലി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി, പ്രായാധിക്യത്തിലും കുഞ്ഞില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഏറെ പ്രയാസം. നമ്മളൊക്കെ പലപ്പോഴും പിടുത്തം വിട്ടു പോകാറുള്ളത് എന്താണ്? ഒരു രോഗം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക്, വീട്ടിലെ കുടുംബത്തിലാർക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോഴേക്ക്, സാമ്പത്തികമായ ഒരു പരാധീനത വരുമ്പോഴേക്കാണല്ലോ നമ്മൾ ആകെ തളർന്നു പോകാറുള്ളത്, പിടുത്തം വിട്ടു പോകാറുള്ളത് അവിടല്ലേ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ പ്രവാചകന്മാർ ഇതുപോലെയുള്ള ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് തനിക്ക് നൽകിയിട്ടുള്ള നിഅ്മത്തുകളിൽ നന്ദി കാണിക്കുന്നവരായിരുന്നു എന്നാണ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള പ്രവാചകന്മാരാണ്. നമുക്കറിയാം, പക്ഷികളുടെ സംസാരം, ഉറുമ്പുകളുടെ സംസാരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ മുഴുവനും നൽകപ്പെട്ട ആ സമയത്ത് ആ പ്രവാചകന്മാർ രണ്ടുപേരും പറഞ്ഞത് വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമൻ വഖാല അൽഹംദുലില്ലാഹി അല്ലദീ ഫദ്ദലനാ അലാ കതീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതി. വേറൊരു മുഅ്മിനീങ്ങൾക്കും നൽകാത്ത ഒരു ഒട്ടനവധി ശ്രേഷ്ഠതകൾ എനിക്ക് നീ നൽകിയല്ലോ, ഞങ്ങൾക്ക് നീ നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാഹ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബിൽക്കീസിന്റെ കൊട്ടാരം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലെത്തി. സെക്കൻഡുകൾ കൊണ്ട് ബിൽക്കീസ് അവിടെ നിന്ന് തുബ്ബൈ രാജ്യത്ത് നിന്ന് തിരിച്ച് ഇവിടെ നാട്ടിലെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ അവിടെ എത്തിയപ്പോ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അഹങ്കരിച്ചതല്ല, ബിൽക്കീസിനോട് കണ്ടോ ഞാൻ വിചാരിച്ചിട്ട് കൊട്ടാരം അവിടെ എത്തിയില്ലേ എന്ന് പറഞ്ഞതല്ല, അവിടെ വിനയാന്വിതനാവുകയാണ്. ഖുർആൻ പറഞ്ഞു, ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇതെന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുകയാണ്. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ ഹകരീം. ആരെങ്കിലും നന്ദി കാണിച്ചാൽ അത് അവന് തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അവനോട് തന്നെയാണ് അവൻ നന്ദികേട് കാണിക്കുന്നത്. ഇതിൽ പറഞ്ഞ, ഈ ആയത്തിൽ പറഞ്ഞ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞ ആയത്തിന്റെ ഭാഗം നാം പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ചില വീടുകളുടെ മുമ്പിൽ കാണാം, ചില വാഹനങ്ങളിൽ സ്റ്റിക്കറായി ഒട്ടിച്ചത് കാണാം, ചില പുതിയ വീടുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ആ ഒരു കുറ്റിയിൽ തറച്ചതായി കാണാം. ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു വെച്ചതിന് അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലാണ് അവർ വെച്ചത്. ആ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെച്ച വീട്ടിൽ താമസിക്കുന്നവൻ അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്ന സമയത്തും ആ വീട്ടിൽ തന്നെയാണ്, ഇറങ്ങി വരുന്നില്ല പള്ളിക്ക്. ഈ അനുഗ്രഹം റബ്ബേ നീ നൽകിയതാണ്, എന്നോട് ഞാൻ നന്ദി കാണിക്കണം. ഈ നിന്നിലേക്കുള്ള വിളിയാളമാണ് കേൾക്കുന്നത്, ഞാൻ നിന്റെ അടുക്കലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ അവന് സാധിക്കുന്നില്ല. സുബഹ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോ ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന ബോർഡ് അതിന്റെ മുന്നിലുണ്ട്. ഈ അനുഗ്രഹം മുഴുവൻ അവൻ വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്, കുടുംബസമേതം പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ പോകുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണിത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നൊരു പക്ഷേ സ്റ്റിക്കർ അവന്റെ വാഹനത്തിന്റെ മുമ്പിൽ ഒട്ടിച്ചിട്ടുണ്ടാകും. ആ യാത്ര പോകുന്ന സമയത്ത് അള്ളാഹു ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ജംഉം കസ്റുമാക്കി നമസ്കരിക്കാം, എന്നാൽ അവർ നമസ്കരിക്കാതെയാണ് പോകുന്നത് എങ്കിൽ ഈ എഴുതി വെച്ചതിന്, ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് എന്ത് ഫലമാണുള്ളത്? അതുപോലെ വേറെ ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, വീടുണ്ടാക്കുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും, അവരത് ഒട്ടിച്ചത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ കണ്ണു പറ്റും, അങ്ങനെ വല്ല അപകടവും ഉണ്ടാകും എന്ന രൂപത്തിലാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ
സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഈ ആയത്തിന്റെ കഷ്ണം നമ്മൾ അത് ഉപയോഗിക്കുന്നത് വിവിധോദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നന്ദി കാണിക്കാനും നന്ദി പറയാനും വേണ്ടിയിട്ടല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം. പിറന്ന് ഇറക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ടു. പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വ്യഥ നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള യതീമായ മക്കൾ വളർന്നു വരുന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ആ അവസ്ഥയിൽ പിതാവില്ലാതെ ജനിച്ചു വീഴുകയാണ് ഭൂമിയിലേക്ക്. അതിനുശേഷം 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. 8-ാമത്തെ വയസ്സിൽ വല്യാമ്മയും മരണപ്പെട്ടു. അവിടെ നമ്മോട്ട് അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് കുറെ കാലം കഴിഞ്ഞുകൂടുന്നത്. ആ കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് മുഹമ്മദിനെ തിരുത്തണം, ഈ പറഞ്ഞതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. അപ്രകാരം തന്നെ ജൂതന്മാരിൽ നിന്ന്, ക്രൈസ്തവരിൽ നിന്ന്, മറ്റു ഒരുപാട് ആളുകളിൽ നിന്ന് പ്രവാചകനെ കൊല്ലാൻ ശ്രമിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. എന്നിട്ടും ആ പ്രവാചകൻ നട്ടപ്പാതിരാക്കും കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിക്കുകയാണ്. ആ ആരാധന നിർവഹിക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ചല്ലോ, പ്രവാചകരെ കഴിഞ്ഞതും വരാനുള്ളതുമായ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങക്ക്, എന്നിട്ടും എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദി കാണിക്കേണ്ടയോ അള്ളാഹുവിനോട്. എന്ത് നന്ദിയാ നമ്മൾ കണ്ടാൽ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ആ രൂപത്തിൽ ആരാധനകളിലൂടെ മുന്നേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നട്ടപ്പാതിരാക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയത് വിശപ്പിന്റെ പേരിലായിരുന്നു. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവരുടെ മക്കളില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും പുറത്തെത്തിയത് എന്ന് പരസ്പരം പറഞ്ഞപ്പോൾ അവർ അറിഞ്ഞു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ആ അൻസാരി എപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ വീട്ടുകാരി അവരെ സ്വീകരിച്ചിരുത്തി. കാരണം അവർക്ക് ലഭിച്ച ഏറ്റവും, ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അതിഥികളാണ്, ശ്രേഷ്ഠരായ അതിഥികളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഭർത്താവ് അല്പം കഴിഞ്ഞപ്പോ വന്നു. ഭർത്താവ് വന്ന് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ചോദിച്ചു, പറഞ്ഞു, ഉണ്ടാക്കി. അദ്ദേഹം ഈത്തപ്പനയിൽ കയറി ഒരു ഈത്തപ്പന കുല വെട്ടി. അത് നല്ല പഴുത്തത് മാത്രമായിരുന്നില്ല. അതിൽ പഴുത്തതുണ്ട്, ചൊനച്ചതുണ്ട്, മൂപ്പത്തിയതുണ്ട്, വിവിധ രൂപത്തിലുള്ളതുണ്ട്. കാരണം പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകന് ഇഷ്ടപ്പെട്ടത് കഴിച്ചോട്ടെ, പഴുത്തത് തന്നെ ആവണ്ട, പ്രവാചകന് വേറെ രൂപത്തിലുള്ള ഇഷ്ടമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വരെ അദ്ദേഹത്തെ അവർ സ്വീകരിക്കുകയാണ്. ഏത് മാംസമാണ് അവർക്ക് ഇഷ്ടം? ആടിന്റെ മാംസമാണ്. അങ്ങനെ ആടിനെ അറുത്തു അവർ ഭക്ഷണം കഴിച്ചു. തിരിഞ്ഞു പോരുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാന്റെ അടുക്കൽ ചോദിക്കുട്ടോ, ഈ അനുഗ്രഹം, ഈ കഴിച്ച ഭക്ഷണം, വിശന്ന വയറൊട്ടിയ ആ സമയത്ത് ലഭിച്ച ഒരൽപ്പം ഭക്ഷണം പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ടുന്ന കാര്യമാണ് ഈ ശുക്ർ, നന്ദി എന്ന് പറയുന്നത്. അത്
ഒരിക്കലും മറക്കാതെ, ജീവിതത്തിൽ നിന്ന് മാറ്റി നീക്കാതെ നമ്മുടെ ബിൽ ഖൗലി വൽ അമലി, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മളിൽ ഉണ്ടാവേണ്ടുന്ന അനിവാര്യമായ കാര്യമാണ് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു നന്മ ഒരാൾ ചെയ്തു തന്നിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ മൻ സുനിയ ഇലൈഹി മഅറൂഫ് ഫഖാല ലിസാഹിബിഹി ജസാകല്ലാഹു ഖൈർ, ഒരാൾ നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സഹായം, നമ്മളൊരു പക്ഷേ വാഹനത്തിലേക്ക് കയറാൻ ഒരാൾ നമ്മെ ഒന്ന് താങ്ങി തന്നു, ഒന്ന് സഹായിച്ചു തന്നു, ഒരു സ്റ്റെപ്പ് കയറാൻ സഹായിച്ചു തന്നു, ഒരു ചായ വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രിപ്പ് തന്നു, ഇവിടുന്ന് അങ്ങോട്ട് ലേശം ഒരു അര കിലോമീറ്റർ അപ്പോഴേക്കും ഒരു ട്രിപ്പ് തന്നു. പ്രവാചകൻ പറയുന്നു, അങ്ങനെ എന്തൊരു ചെറിയ നന്മയായിരുന്നാൽ പോലും നിങ്ങൾ എന്തു പറയണം? ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു ഖൈർ. നമ്മള് ഗൾഫ് നാടുകളിലൊക്കെ പോയാൽ അവരുടെ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള ഒരു പദമാണത്. ഏത് നന്മ ഒരു മനുഷ്യൻ ചെയ്താലും ജസാക്കല്ലാഹു ഖൈർ, താങ്കൾക്ക് നന്മയുണ്ടാവട്ടെ എന്ന് പറയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ ഒരുപാട് ആളുകളുണ്ട്. സമ്പത്തുണ്ട്, ഒരുപാടുണ്ട്, ലക്ഷങ്ങളുണ്ട്, ബാങ്ക് ബാലൻസുകളുണ്ട്, ഇഷ്ടം പോലെ യഥേഷ്ടം ഏത് ഭക്ഷണമാണോ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ കഴിക്കാൻ കഴിയാത്തവർ ഒരുപാടുണ്ട്. പ്രഷറാണ്, ഷുഗറാണ്, കൊളസ്ട്രോളാണ്, പല ഭക്ഷണങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നു. ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും കഴിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഉള്ളത് കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഇതുപോലും നമ്മൾ മറന്നു പോകുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒട്ടനവധി ആളുകൾ ഇവിടെ ഉള്ളപ്പോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുള്ളപ്പോ, നാം കഴിഞ്ഞ റമളാനിന്റെ അല്പം മുമ്പ് ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പണ്ഡിതനോട് ഒരു നാട്ടുകാർ അവിടെ സംശയം ചോദിക്കുകയാണ്. എന്താണ് സംശയം? ആ സംശയത്തിൽ ഒന്ന്, ഞങ്ങൾ അത്താഴം കഴിക്കുക എന്നുള്ളത് ബർക്കത്താണല്ലോ, സുന്നത്താണല്ലോ, ഞങ്ങൾ അത്താഴത്തിന് ഒന്നോ രണ്ടോ ഈത്തപ്പഴമോ വെള്ളമോ കുടിച്ചാൽ ഈ സുന്നത്ത് ഞങ്ങൾക്ക് കിട്ടുമോ? വെറും വെള്ളവും ഒന്നോ രണ്ടോ ഈത്തപ്പഴവും കഴിച്ചാൽ ഈ അത്താഴത്തിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് കിട്ടുമോ? പുണ്യം കിട്ടുമോ? സുന്നത്ത് കിട്ടുമോ? എന്താ അവർ ചോദിക്കാൻ കാരണം? വേറൊന്നുമില്ല അവരടുത്ത്. ഈ വിശുദ്ധ റമളാൻ മാസത്തിലായിരുന്നിട്ട് പോലും കഴിക്കാനില്ല അവർക്ക്. അങ്ങനെയുള്ള ഒരുപാട് സോമാലിയെ പോലെ ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഭക്ഷണമില്ലാത്ത ഒരുപാട് ആളുകൾ. നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ അവിടെ ജീവിത രീതികൾ കണ്ടാൽ നമ്മൾ 100 വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. ഞങ്ങളുടെ നാട്ടിലെ ഇമാമിന്റെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു 10-20 ആളുകൾ ഒരു യാത്രയും കൂടിയായി ആസാമിൽ പോയിരുന്നു. അപ്പൊ ആസാമിൽ പോയപ്പോ അവരുടെ ജീവിത രീതികൾ, അവരുടെ ചെറുപ്പത്തിൽ കുറഞ്ഞ പാടങ്ങൾ ഉണ്ടാവും, നെൽകൃഷി ഉണ്ടാവും. അവിടെ പോവുക, നെല്ലുണ്ടാക്കുക, അത് കുത്തുക, അരിയാക്കുക, അത് കഴിക്കുക, ശേഷം പച്ചമുളകും കൂട്ടിയിട്ട് അത് കഴിക്കുക എന്നതാ. ആ രൂപത്തിലല്ലാതെ അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും അവർക്കില്ല, ഒരു ആലോചന പോലും അവർക്കില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും ഫോക്കസ് ഇന്ത്യയെ പോലെയുള്ള സംവിധാനങ്ങളോടുകൂടി പലരും അവിടെ കടന്നു ചെല്ലുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഭക്ഷണങ്ങൾ എത്തിക്കുകയും പുതപ്പെത്തിക്കുകയും ഒഴുകിയത്തിന്റെ മാംസം എത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ് ഒരു കഷ്ണം മാംസം പോലും അവർക്ക് കഴിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഭക്ഷണം ദൂർത്തും അതുപോലെ ഇഷ്ടം പോലെ കഴിച്ചുമൊക്കെ നമ്മൾ വേസ്റ്റാക്കി കഴിയുന്നത്. എന്നിട്ടോ അങ്ങനൊക്കെ കഴിക്കാൻ കഴിഞ്ഞിട്ടും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്ന ഒരു പ്രാർത്ഥന ചൊല്ലാൻ പോലും നമ്മൾ മറന്നു പോവുകയാണ്. ആ ഒരു നന്ദി വാചകം പോലും നമ്മൾ മറന്നു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ
അള്ളാഹുവിനെ സ്തുതിക്കാനും നന്ദി പറയാനും പ്രാർത്ഥിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് അവസാനം കിടക്കുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥനകളും സൂറത്തുകളും ആയത്തുൽ കുർസിയും അതെല്ലാം ഓതുന്നതിന്റെ കൂട്ടത്തിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. പടച്ചോനെ, ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ, ഞങ്ങൾക്കെല്ലാം മതി വരുവോളം നൽകിയ, ഞങ്ങൾക്കെല്ലാം യഥേഷ്ടം നൽകിയ അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും റബ്ബേ. എത്രയെത്ര ആളുകൾ ഇങ്ങനെയുള്ള ഈ അനുഗ്രഹം ലഭിക്കാത്തവരായിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറയുകയാണ്, ഏറ്റുപറയുകയാണ്. നന്ദി സൂചകമാണ്. വിശുദ്ധ ഖുർആനിൽ 50ഓളം സ്ഥലങ്ങളിൽ ശുക്ർ എന്ന പദം വന്നതായി നമുക്ക് കാണാവുന്നതാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയത്ത് അള്ളാഹു ഓരോ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമെന്ന് നമുക്കറിയാം. അല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകന്റെ ഹദീസിലൂടെ പറയുന്നു, അലം ഉക്രിംക വഉസവ്വിദക വഉസവ്വിജക വഉസഖിറു ലക്കൽ ഖൈല വൽ ഇബ്ല. നിന്നെ ഞാൻ ആദരിച്ചില്ലയോ? നിനക്ക് നല്ല ജീവിത രീതി തന്നില്ലയോ? നിനക്ക് ഭക്ഷണം നൽകിയില്ലയോ? നിനക്ക് വാഹന സൗകര്യം നൽകിയില്ലയോ? ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു ചോദിക്കുന്നു. അപ്പൊ അവൻ പറയുന്നു, ബല, അള്ളാഹുവെ പറഞ്ഞതൊക്കെ ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കും, അല്ല, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോ എന്നെ കണ്ടുമുട്ടണം എന്ന ചിന്ത നിനക്കുണ്ടായിരുന്നുവോ? എന്നെ കണ്ടുമുട്ടണം, എന്റെ അടുക്കലേക്ക് വരണം, ഇതിനൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അള്ളാഹുവിന്റെ അടുക്കൽ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടവരാണ് ഞാൻ എന്ന ബോധം നീ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല. പടച്ചോനെ, ആ ബോധത്തില്ലായിരുന്നു, അവിടെ കളവ് പറയാൻ കഴിയില്ല. ഇല്ല, ആ ബോധത്തോടു കൂടി ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അള്ളാഹു അവനോട് പറയുന്നത്, ഇന്നി അൻസാക കമാ നസീതനി. അന്ന് നീ എന്നെ മറന്നതുപോലെ ഞാനിതാ ഇന്ന് നിന്നെ മറക്കുകയാണ്. അന്ന് നീ എന്നെ മറന്നില്ലേ? നീ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചപ്പോ എനിക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നീ മറന്നു. അതുകൊണ്ട് ഞാനിതാ ഇന്ന് നിന്നെ മറക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അന്ധരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവോട് അവർ ചോദിക്കുന്നു, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കി ഒരുമിച്ച് കൂട്ടിയത്? قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى എന്ന് അല്ലാഹു മറുപടി പറയുന്നത്. ഞാൻ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകി പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു, അതനുസരിച്ച് കൊണ്ട് ജീവിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ അത് മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഞാനിതാ ഇന്ന് നിങ്ങളെയും മറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നതിന്റെ പേരിൽ, അവന്റെ ശുക്ർ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മറക്കുന്ന ഒരു അവസ്ഥ നമുക്കുമുണ്ടാവുമോ എന്നത് ഗൗരവപൂർവ്വം നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ ഖുർആൻ പറയുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോ നിങ്ങൾ ഒന്നും അറിയാത്തവരായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ചിന്തയും ഹൃദയവും എല്ലാം നൽകി. ലഅല്ലകും തശ്കുറൂൻ, ഇതെല്ലാം നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകുവാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റൊരായത്തിൽ ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നവരായിട്ടുള്ളൂ. നമുക്കറിയാവുന്ന സൂറത്തുൽ ആദിയാത്തിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അല്ലാഹു പറയാണ്, വഇന്നഹു അലാ ദാലിക ലശദീദ്,
ഇതൊരു ആരോപണമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ അത് തെളിവാണ്. അവരെ ഓരോരുത്തരെയും നോക്കിയാൽ മതി. ഓരോരുത്തർക്കുമുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും എടുത്ത് അതിന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അവരുടെ ജീവിതം തന്നെ അതിന് തെളിവാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യരുടെ നന്ദികേടിന്റെ പേരിൽ മനുഷ്യർ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ ഏത് രൂപത്തിൽ അവരെ ശിക്ഷിക്കപ്പെടുമായിരുന്നു എന്ന് ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്. ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ വസിബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി ഫദ്ദഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. ഇവിടെ നമുക്ക് ഈ രൂപത്തിൽ ഇടിത്തി വീഴാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നുണ്ട്. പേമാരിയിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വയനാട്ടിലുണ്ടായ ദുരന്തം പോലെ ഉണ്ടാകുന്നുണ്ട്. കൊറോണ പോലെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടച്ചു നീക്കിക്കളയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ. പ്രായം ചെന്ന ഖബറിലേക്ക് കാല് നീട്ടി വെച്ചിട്ടുള്ള തലയും താടിയും നരച്ച കുറെ പ്രായം ചെന്ന മനുഷ്യന്മാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്ന യതീം കുട്ടികളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മരുഭൂമിയിലൂടെ മേഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളുമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വളരെ പെട്ടെന്ന് വന്നു ഭവിക്കുമായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ട് മനുഷ്യരുടെ അവസ്ഥകൾ എന്ന്. പിന്നെ അതിന് നമ്മെ ആ രൂപത്തിൽ ശിക്ഷ അള്ളാഹു ഇവിടെ ഇറക്കാത്തതിന്റെ കാരണം ഈ പറഞ്ഞ കുറെ പ്രായമായ മനുഷ്യരും യതീം കുട്ടികളും കുറെ നാൽക്കാലികളും ഒക്കെ ഇവിടെ ഉള്ളതിന്റെ പേരിലാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ പറഞ്ഞതൊക്കെയും ഈ ദുനിയാവിൽ നാം കണ്ണടക്കുന്നത് വരെ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായിക്കൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ആ ഓർമ്മ നമ്മൾ ഉണ്ടാവണമെങ്കിലും നിലനിർത്തണമെങ്കിലും വെറുതെ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ മാത്രം പോരാ. മറിച്ച് അതുണ്ടാവണമെങ്കിൽ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം വേണം. അപ്പോഴേ നന്ദി ഉണ്ടാകും. ഞാൻ എൻ്റെ ഈ ജീവിതത്തോട് കൂടി എൻ്റെ എല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ അവന് ഈ ജീവിതത്തിൽ ആരോടും ഒരു ബാധ്യതയില്ല, ഒരു ബാധ്യതയുമില്ല, ഒരു കടപ്പാടുമില്ല. ഇതോടുകൂടി ജീവിതം മുഴുവനും കഴിഞ്ഞു. അങ്ങനെയാണ് അവൻ മനസ്സിലാക്കുന്നത് എങ്കിൽ അവൻ ജീവിതത്തിൽ ഒരു കടപ്പാടുമില്ലാത്തവരായി മുന്നോട്ട് പോകും. അവന് മാതാപിതാക്കളെ നോക്കേണ്ടതില്ല, ബന്ധുമിത്രാദികളെ ശ്രദ്ധിക്കേണ്ടതില്ല, അവന്റെ നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആരോടും ഒരു ബാധ്യതയുമില്ല ആ രൂപത്തിൽ. എന്നാൽ വിശ്വാസികളായ നമ്മൾ തീർത്തും വിശ്വസിക്കേണ്ടത് ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നതാണ്. ഖുർആൻ പറയുന്നത് നിങ്ങൾ കരുതുന്നുവോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്? പടച്ചോൻ വെറുതെ തമാശക്ക് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? അവന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരല്ല എന്നും നിങ്ങൾ കരുതുന്നുവോ? അങ്ങനൊരു ചിന്ത നമുക്കില്ല. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹതു കുല്ലി ഹജ്ജിൻ വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനുസ്അലു ബർദഹു അൻ കുല്ലി ശൈഇൻ. വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ, നമ്മൾ മരിച്ചാൽ നമ്മെ പൂർണ്ണമായും അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ ചോദ്യമില്ല, ഉത്തരമില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അങ്ങ് ഒഴിവാക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല മരിക്കുക എന്നുള്ളതായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുള്ളത്, പ്രയാസങ്ങളുള്ളത്, പ്രതിസന്ധികളുള്ളത്, പല വിധത്തിലുള്ള ഒരുപാട് ഇടങ്ങേറുകൾ. ജീവിച്ചാല മരിച്ചാൽ ഒന്നുമില്ലെങ്കിൽ മരിക്കല്ലേ നല്ലത്.
എന്നാൽ നമ്മൾ മരിച്ചാൽ നമ്മെ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ജീവിതത്തിന്റെ എ മുതൽ Z വരെ, അൽഫ് മുതൽ യാ വരെയുള്ള സകലമായ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ വിചാരങ്ങളെ വരെ വിചാരണ ചെയ്യുന്ന നാൾ. അല്ലദീ ഹുസ്സില മാ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള വിചാരങ്ങളെ വരെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുവരെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള ഒരു ദിവസമുണ്ട്. അവിടെ ഞാൻ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്ന ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എത്രത്തോളം നിറയ്ക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നന്മ ചെയ്യുന്നവരാകും, അത്രത്തോളം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാകും, അത്രത്തോളം നമ്മൾ സദഖകൾ ചെയ്യുന്നവരാകും, അത്രത്തോളം ജീവിതത്തിലെ ഓരോ നന്മകളും നമ്മൾ ചെയ്യുന്നവരാകും. ഈ ഒരു ബോധം വേണം. ഞാൻ ഇവിടത്തോടുകൂടി എൻ്റെ ജീവിതം കഴിയുകയല്ല, മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ്. മരണമെന്ന കവാടം എൻ്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന ഓർമ്മ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നന്ദി ബോധവും നന്ദിയും നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ഹാത്തിം അസമ്മ് എന്ന് പറയുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹം ഷഫീഖുൽ ബൽഖി എന്ന് പറയുന്ന തന്റെ ഉസ്താദിന്റെ കൂടെ 30 വർഷത്തിലധികം ശിഷ്യനായിരുന്നു. ഷഫീഖുൽ ബൽഖിയുടെ കൂടെ 30 വർഷത്തിലധികം ശിഷ്യനായി നിന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞ് യാത്ര പറഞ്ഞു പോരുമ്പോ ഹാത്തിമുൽ അസമ്മിനോട് ഷഫീഖുൽ ബൽഖി ചോദിച്ചു, ഇത്രയും കാലം ഇവിടെ നിന്നല്ലോ, നീ എന്താ എന്നിൽ നിന്ന് നീ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് 9 പാഠങ്ങൾ എന്നായിരുന്നു. അദ്ദേഹം ആ ഓരോ പാഠങ്ങളും പറഞ്ഞു. ആ പാഠങ്ങൾ മുഴുവനും പറഞ്ഞപ്പോ ആദ്യം ഷഫീഖുൽ ബൽഖിക്ക് ഇത്രയും കാലം നിന്നിട്ട് 9 പാഠേ പഠിച്ചിട്ടുള്ളൂ എന്ന ഒരു നിരാശ തോന്നിയെങ്കിലും അദ്ദേഹം ആ 9 പാഠങ്ങൾ പറഞ്ഞപ്പോ എല്ലാം അതിലുണ്ടായിരുന്നു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, ആളുകൾ മറ്റുള്ളവരുടെ അവസ്ഥകൾ നോക്കി അസൂയപ്പെടുന്നത് ഞാൻ കണ്ടു. വലിയൊരു പ്രശ്നമാണല്ലോ അത്. വേറൊരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ വല്ല വരുമാനവും സാമ്പത്തികവും വാഹനവും വീടും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആ അസൂയയായി നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള അസൂയപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ വറഫഅനാ ബഅദഹും ഫൗക ബഅദ്. സൂറത്തു സുഖ്റൂഫിലെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ വിഭവങ്ങളെല്ലാം അല്ലാഹ് ഓഹരി വെച്ചിട്ടുണ്ട്. അല്ലാഹ് ഓരോരുത്തർക്കുള്ള കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയതേ അവർക്ക് ലഭിക്കുകയുള്ളൂ. വറഫഅനാ ബഅദഹും ഫൗക ബഅദ്. ചിലരേക്കാൾ അല്ലാഹ് ഉയർത്തിയിട്ടുണ്ട്. അത് ഈ അവസ്ഥ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈ അസൂയ എന്ന് പറയുന്ന ആ ചിന്താഗതി തന്നെ മാറ്റി. ഇത് മാറ്റിയാൽ തന്നെ മനുഷ്യന് ഏറെക്കുറെ നന്നാകും, ഏറെക്കുറെ മനുഷ്യൻ നന്നാകും. പിന്നെ നമുക്കുള്ളത് ആര് തടഞ്ഞാലും അത് എവിടെയെങ്കിലും നിന്നു പോവുകയില്ല, അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. പിന്നെ ആരോ തമാശക്ക് പറയാറുണ്ട്, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ തടുക്കുമ്പോ എനിക്കത് കഴിക്കരുത് കേട്ടോ. ഡോക്ടർക്ക് പോകുമ്പോൾ ചിലപ്പോൾ പറയും, പഞ്ചസാര എനിക്ക് ഉപയോഗിക്കണ്ട, കാരണം ഷുഗർ ബോർഡറിലെത്തിയിട്ടുണ്ട്, അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞത്, നിനക്ക് അലോട്ട്മെന്റ് മുഴുവനും കഴിഞ്ഞു, അതിന്റെ ആദ്യം കണ്ടമാനം ജ്യൂസും കാര്യങ്ങളും ഒക്കെ അടിച്ചു കയറ്റി നല്ലൊക്കെ കഴിഞ്ഞു പോയതാ, അപ്പോഴാ നിർത്തിക്കോ എന്ന് പറഞ്ഞത്. അതുപോലെ ഭക്ഷണം ചോറിനി കഴിക്കണ്ട എന്ന് പറയുമ്പോ അതൊക്കെ നിനക്കുള്ളതൊക്കെ പടച്ചോൻ കണക്കാക്കി തിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് തമാശക്കാളികൾ പറയാറുണ്ട്. അതുപോലെ അള്ളാഹ് നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും. അപ്പൊ അസൂയയില്ലാതെ മറ്റൊരാളോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വെറുപ്പുമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയും, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരായിക്കൊണ്ട്. ഇനി മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ടത്, ഖുർആൻ പറയുന്നു, വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖു സിറാത്ത് ഫഅന്നാ തുബ്സിറൂൻ. അള്ളാഹ് വിചാരിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയില്ലേ, കുറെയൊക്കെ നമ്മൾ കണ്ണട വെച്ച് ഒപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ കാഴ്ചയെ സെക്കൻഡുകൾ കൊണ്ട്
തേച്ചു മാറ്റി കഴിയാൻ പടച്ചോന് കഴിയും. പടച്ചോന് കഴിയും. പിന്നെ എങ്ങനെ നിങ്ങൾ കാണുക? എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ആളുകളെ, വളരെ പെട്ടെന്ന് കാഴ്ച ഇല്ലാതെയായി പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി പോകുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനേറെ നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന അവസ്ഥകളില്ലേ, ആ നടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് എന്താണ് പ്രയാസം? സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ കസേര ഉപയോഗിച്ച് നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അപ്പൊ നമുക്കുള്ള ചെറുപ്പത്തിലുള്ള ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ ഞാൻ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അള്ള വിചാരിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ അത് അവന്റെ തിരിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വയനാട്ടിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് ധനികന്മാരായ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവരായി പോയത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആലോചന നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. കിട്ടിയ നന്മക്ക് എപ്പോഴും നന്ദിയുള്ളവരായി കൊണ്ട് ജീവിക്കുക. ഒരു അബുൽ അത്താഹിയ എന്ന് കവി പറയുന്ന കവി പറഞ്ഞിട്ടുണ്ട്, എന്റെ യുവത്വം എങ്ങാനും തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഞാൻ എന്തുകൊണ്ട് വാർദ്ധക്യം പ്രാപിച്ചു എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ യുവത്വത്തിന്റെ സമയത്ത് അവിടെ ഞാൻ വാർദ്ധക്യം പ്രാപിച്ച് ഈ അവസ്ഥയിലെത്തിയത്. ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിലാണ് എന്ന് യുവത്വത്തോടൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. വേറൊരാള് ഒരു സൂപ്പർ ഇതിൽ കയറിയിട്ട്, സ്റ്റോറിൽ കയറിയിട്ട് ഇങ്ങനെ തരികയാണ് കുറെ സാധനങ്ങൾ. എന്തൊക്കെയാണ്? അവിടുത്തെ സെയിൽസ്മാൻമാർ ചോദിച്ചു, എന്താ നിങ്ങൾ തരേണ്ടത്? കുറെ നേരമല്ലോ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഞാൻ നോക്കുന്നത് ഇവിടെ അല്ല. അതെന്താ? ഞാൻ എന്റെ യുവത്വം കൂടെ ഇടത്തിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ എന്നാ നോക്കുന്നത്. ഇപ്പൊ ഞാൻ വയസ്സനായി, എന്റെ കഴിഞ്ഞുപോയ യുവത്വത്തിന്റെ പറ്റിയ വല്ലതും ഇവിടെ ഉണ്ടോന്നാ ഞാൻ നോക്കുന്നത്. അതിവിടെ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞത് ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവൻ തിരിച്ചു ചോദിക്കുന്നത് നന്ദി ചെയ്യണം എന്നത് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞത് അനിഷ്കുല്ലില്ലാ, അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് നന്ദി ചെയ്യണം എന്ന് അള്ള നമ്മോട് തിരിച്ചാവശ്യപ്പെടുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന നമ്മോട് സൃഷ്ടാവ് തിരിച്ച് ആവശ്യപ്പെടുന്നത് നന്ദി ചെയ്യണം എന്നതാണ്. നന്ദിയുടെ പ്രകടമായ ലക്ഷണങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളും പുണ്യകർമ്മങ്ങളും. നന്ദിയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ അതെല്ലാം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുകയും അതിന് വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധി നാഥനായ തമ്പുരാനെ, ഈ വിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പൂർണ്ണാർത്ഥത്തിൽ നീ സ്വീകരിക്കുകയും അതിന്റെ തക്കതായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണം. അല്ലാഹുവേ, ഞങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ജീവിതത്തിലും വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥ, നീ അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അല്ലാഹുവേ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. സ്വർഗ്ഗ
സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴി പ്രകാരം അവിടെ ഖബറുകളിലേക്ക് നീ തുറന്നു വെക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിടമറഞ്ഞു പോയിട്ടുള്ള പലരുമുണ്ട് റബ്ബേ. മാതാപിതാക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കുട്ടികളുണ്ട്, വിശ്വാസികളായ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ പലരുമുണ്ട് നാഥ. അവരെല്ലാവരും ഒറ്റക്കാണ് പടച്ചോനെ. ബർസഖിയായ ജീവിതത്തിൽ പടച്ചവനെ നീ അവർക്ക് കൂട്ടായിട്ടുണ്ടാകണമേ. പടച്ചവനെ, നിന്റെ മാലാഖമാർ അവർക്ക് കൂട്ടായിട്ടുണ്ടാകണമേ. അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് നന്മകൾ ലഭിക്കുന്ന ഒരു അവസ്ഥ ബർസഖിയായ